ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉറവിടങ്ങളിലേക്ക് പ്രാർത്ഥനാപൂർവം ഒരിക്കൽ കൂടി നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ വചന പഠനം എത്തി നിൽക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം 30 വരെയുള്ള വാക്യങ്ങളിലാണ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഈ വചന പഠനം അവസാനിപ്പിച്ചത്. ഇപ്പോൾ നമ്മൾ യോഹന്നാൻ അധ്യായം 13 വാക്യങ്ങൾ 31 മുതൽ വായിച്ച് പഠിക്കാനായി പോകുന്നു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം നമ്മുടെ ഈ ശുശ്രൂഷകളിൽ, പ്രത്യേകിച്ച് വചന പഠനത്തിൽ ഉണ്ടാകാൻ നമുക്ക് പ്രത്യേകമായി അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വചന പഠനത്തിലേക്ക് കടക്കാം. പുതിയ പ്രമാണം, യോഹന്നാൻ അധ്യായം 13 വാക്യങ്ങൾ 31 മുതൽ. അവൻ പുറത്തുപോയി കഴിഞ്ഞപ്പോൾ യേശു പറഞ്ഞു, ഇപ്പോൾ മനുഷ്യപുത്രൻ മഹത്വപ്പെട്ടിരിക്കുന്നു, അവനിൽ ദൈവവും മഹത്വപ്പെട്ടിരിക്കുന്നു. ദൈവം അവനിൽ മഹത്വപ്പെട്ടുവെങ്കിൽ ദൈവം അവനെ തന്നിൽ മഹത്വപ്പെടുത്തും, ഉടൻ തന്നെ മഹത്വപ്പെടുത്തും. എൻ്റെ കുഞ്ഞുങ്ങളെ, ഇനി അല്പസമയം കൂടി ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. നിങ്ങൾ എന്നെ അന്വേഷിക്കും. എന്നാൽ ഞാൻ യഹൂദരോട് പറഞ്ഞതുപോലെ ഇപ്പോൾ നിങ്ങളോടും പറയുന്നു, ഞാൻ പോകുന്നിടത്തേക്ക് വരാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. ഞാൻ പുതിയൊരു കൽപ്പന നിങ്ങൾക്ക് നൽകുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് അതുമൂലം എല്ലാവരും അറിയും. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണിത്. കാരണം നമ്മൾ ചർച്ച ചെയ്തിരുന്നു, യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ ആദ്യത്തെ 12 അധ്യായങ്ങൾ അടയാളങ്ങളുടെ പുസ്തകമാണ്. അവിടെ നിരവധി അടയാളങ്ങൾ, ഏതാണ്ട് 7 അടയാളങ്ങൾ നമ്മൾ കണ്ടെത്തി. അപ്പോൾ അതിൽ ഈ അടയാളങ്ങളുടെ പുസ്തകം കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്യുന്ന യോഹന്നാൻ്റെ ഈ 2-ാം ഭാഗം, ഏകദേശം 13-ാം അധ്യായം മുതൽ അതിനെ വിളിക്കുന്നത് മഹത്വത്തിൻ്റെ ഗ്രന്ഥം എന്നാണ്, ദ ബുക്ക് ഓഫ് ഗ്ലോറി എന്നാണ്. കാരണം ഈശോ തൻ്റെ പീഡാനുഭവ സഹന മരണങ്ങളിലൂടെ മഹത്വത്തിലേക്ക് പ്രവേശിച്ചതിൻ്റെ വിശദാംശങ്ങളാണ്, വിശദീകരണമാണ് യോഹന്നാൻ നമുക്ക് ഇവിടെ ഈ ഭാഗത്തു കൂടി നൽകുന്നത്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, അതുകൊണ്ട് ഈ ഭാഗത്താണ് നമ്മൾ മഹത്വം എന്താണ് എന്ന് തിരിച്ചറിയുന്നത്. അതുകൊണ്ട് ഇതിലെ ഓരോ ഭാഗങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ നമ്മൾ എന്താണ് ദൈവം നമ്മിൽ പൂർത്തിയാകണമെന്ന് ആഗ്രഹിക്കുന്ന മഹത്വം എന്ന് ഗ്രഹിക്കാൻ വളരെ സജീവമായി തുറന്നു വെച്ച ഫാക്കൽറ്റികളോടെ വേണം നമ്മൾ ഈ ഭാഗത്തെ സമീപിക്കാൻ. ഇവിടെ യൂദാസ് പുറത്തു പോയി കഴിഞ്ഞപ്പോൾ യേശു അവശേഷിച്ച തൻ്റെ 11 അപ്പസ്തോലന്മാരോട് പറയുന്ന സംസാരമാണ് ഈ ഭാഗം. കർത്താവ് ആദ്യം പറയുന്നത്, ഇപ്പോൾ മനുഷ്യപുത്രൻ മഹത്വപ്പെട്ടിരിക്കുന്നു, അവനിൽ ദൈവവും മഹത്വപ്പെട്ടിരിക്കുന്നു. എന്താണ് ഇവിടെ നടന്ന സംഭവം? ഇവിടെ നടന്നത്, ആത്മമിത്രം, ആത്മാർത്ഥമായി സ്നേഹിച്ച ഒരു മനുഷ്യൻ തൻ്റെ പ്രിയമിത്രം തന്നെ ഒറ്റിക്കൊടുക്കാൻ പോകുന്നു എന്ന്, അല്ലെങ്കിൽ ഇപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവൻ തന്നെ ഒറ്റിക്കൊടുത്തതിൻ്റെ പ്രതിഫലം വാങ്ങാൻ പോകുന്നു എന്ന് തിരിച്ചറിയുന്ന യേശുവാണ് അവനെ നീ ചെയ്യാനുള്ളത് വേഗം ചെയ്യുക എന്ന് പറഞ്ഞ് അവന് അവൻ്റെ ശരീരവും രക്തവുമാകുന്ന ദിവ്യകാരുണ്യം പകുത്ത് മുറിച്ച് കൊടുത്ത് അവനെ സ്നേഹത്തോടെ യാത്രയാക്കിയത്. ആ സംഭവത്തിന് ശേഷമാണ് യേശു പറയുന്നത്, ഈ സംഭവം നടന്നു കഴിയുമ്പോൾ മനുഷ്യപുത്രൻ മഹത്വപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഈ ഒറ്റിക്കൊടുക്കപ്പെട്ട സംഭവവും യേശുവിൻ്റെ മഹത്വീകരണവും തമ്മിലുള്ള ബന്ധം? അല്ലെങ്കിൽ എന്താണ് ബിട്രയലും ഗ്ലോറിയും തമ്മിലുള്ള കണക്ഷൻ? ഇവിടെയാണ് നമ്മൾ ബൈബിൾ വളരെ ആഴത്തിൽ ചർച്ച ചെയ്യുന്ന മഹത്വം എന്ന വിഷയം എന്താണ് എന്ന് മനസ്സിലാക്കേണ്ടത്. മഹത്വം എന്നതിന് പ്രധാനമായും യോഹന്നാൻ്റെ സുവിശേഷവും മറ്റപ്പസ്തോലിക രചനകളും നൽകുന്ന വിശദീകരണം, അത് ദൈവത്തിൻ്റെ ജീവനിലുള്ള പങ്കാളിത്തം എന്നാണ്. സൂക്ഷിച്ച് വളരെ ശ്രദ്ധിച്ച് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രവിക്കണം. അതായത് എന്താണ് മഹത്വം? മഹത്വത്തിൻ്റെ ഉത്തരം ഇതാണ്, ദൈവത്തിൻ്റെ ജീവനിലുള്ള പങ്കാളിത്തം. ദൈവത്തിൻ്റെ മഹത്വത്തിലുള്ള പങ്കാളിത്തമാണ് നമ്മുടെ മഹത്വീകരണം.
എന്താണ് ദൈവത്തിൻ്റെ മഹത്വം? ദൈവത്തിൻ്റെ മഹത്വം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്വഭാവം. ദൈവം എന്താണോ അത്, ദൈവം എന്തായിരിക്കുന്നോ അത്, ആ ദൈവത്തിൻ്റെ സ്വഭാവത്തിലുള്ള, ക്യാരക്ടറിലുള്ള നമ്മുടെ പങ്കാളിത്തമാണ് നമ്മുടെ മഹത്വീകരണം. അപ്പോൾ ഒരു പരിധിവരെ ഇങ്ങനെ പറയാം, ദൈവത്തെപ്പോലെ ആകുന്നതാണ് നമ്മുടെ മഹത്വീകരണം. കുറച്ചുകൂടെ ക്രിസ്ത്യൻ ലാംഗ്വേജിൽ പറഞ്ഞാൽ യേശുവിനെ പോലാകുന്നതാണ് നമ്മുടെ മഹത്വീകരണം. എന്താണത്? യേശുവിൻ്റെ സ്വഭാവത്തിൽ പങ്കുകാരാവുക. ഇവിടെ ദൈവത്തിൻ്റെ സ്വഭാവം വെളിപ്പെടുത്തുകയാണ്. എന്താണ് ദൈവത്തിൻ്റെ സ്വഭാവം? ഇപ്പോൾ നടന്ന സംഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എന്താണ് ദൈവത്തിൻ്റെ സ്വഭാവം? എന്നെ നിങ്ങൾ ഒറ്റിക്കൊടുത്താലും, എന്നെ നിങ്ങൾ തള്ളിപ്പറഞ്ഞാലും, എൻ്റെ ജീവന് നിങ്ങൾ പ്രതിഫലം വാങ്ങിയാലും, അപ്പോഴും എനിക്ക് നിങ്ങളോടുള്ള സ്നേഹം ഇല്ലാതാകുന്നില്ല. നിങ്ങൾ എന്നെ ഇങ്ങോട്ട് സ്നേഹിച്ചില്ലെങ്കിലും ഞാൻ നിങ്ങളെ അങ്ങോട്ട് സ്നേഹിക്കും. നിങ്ങളെന്നെ വെറുത്താലും, പീഡിപ്പിച്ചാലും, കൊന്നാലും, കുരിശിൽ തറച്ചാലും ഞാൻ നിങ്ങളെ അപ്പോഴും സ്നേഹിച്ചു കൊണ്ടിരിക്കും. ഇതാണ് ദൈവത്തിൻ്റെ സ്വഭാവം. ഇതാണ് ദൈവത്തിൻ്റെ മഹത്വം. ഇവിടെ യേശു ക്രിസ്തു നമ്മെപ്പോലെ ഒരു സാധാരണ മനുഷ്യനെന്ന നിലയിൽ, ദൈവമായിട്ടല്ല, ഒരു മനുഷ്യനെന്ന നിലയിൽ തൻ്റെ മനുഷ്യത്വത്തിൽ ദൈവിക സ്വഭാവം, ദൈവത്തിൻ്റെ മഹത്വം പ്രകടമാക്കുകയാണ്. എങ്ങനെ? യൂദാസിനെ ഒറ്റിക്കൊടുക്കുന്നു, അല്ലെ ഒറ്റിക്കൊടുക്കാൻ പോകുന്നു എന്ന് അറിയുമ്പോഴും ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സ്വഭാവം തൻ്റെ മനുഷ്യത്വത്തിൽ യേശു പ്രകടമാക്കുകയാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യനായി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ, മനുഷ്യനായി പെരുമാറുമ്പോൾ തന്നെ, മനുഷ്യൻ്റെ എല്ലാ സ്വഭാവ ബലഹീനതകളും അറിയുമ്പോൾ തന്നെ യേശു തൻ്റെ മനുഷ്യത്വത്തിൽ ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ സ്വഭാവം പ്രകടമാക്കുകയാണ്. അപ്പോൾ ഇതാണ് യേശുവിൻ്റെ ഇവിടുത്തെ മഹത്വം. മനുഷ്യപുത്രൻ മഹത്വപ്പെട്ടിരിക്കുന്നു. The Son of Man has been victorious, successful in revealing the glory of God even when he is betrayed. ഒറ്റിക്കൊടുക്കപ്പെട്ടപ്പോഴും ദൈവത്തിൻ്റെ ജീവൻ, ദൈവത്തിൻ്റെ സ്വഭാവം പ്രകടിപ്പിക്കുന്ന കാര്യത്തിൽ, മഹത്വം വെളിപ്പെടുത്തുന്ന കാര്യത്തിൽ യേശു വിജയിച്ചു. ഇത് നിങ്ങൾ ഇതുവരെയും ചിന്തിച്ചു വച്ചിരുന്ന കാര്യങ്ങൾക്ക് ഘടകവിരുദ്ധമായ ഒരു ചിന്തയാണ്. കാരണം ദൈവം നിന്നെ മാനിക്കും, ദൈവം നിന്നെ മഹത്വപ്പെടുത്തും, ദൈവം നിന്നെ ഉയർത്തും എന്നൊക്കെയുള്ള ഈ നമ്മൾ സാധാരണ നമ്മുടെ പ്രീച്ചിങ്ങുകളിൽ മുഴങ്ങിക്കേൾക്കാറുള്ള ഭാഷ ഈ ഭാഷയോട് ചേരുന്നൊരു ഭാഷയല്ല. അവിടെ ലോകത്തിൻ്റെ കണ്ണിലെ മഹത്വീകരണവും ദൈവത്തിൻ്റെ കണ്ണിലെ മഹത്വീകരണവും രണ്ടായി മാറുകയാണ്. ലോകത്തിൻ്റെ കണ്ണിൽ മറ്റുള്ളവരുടെ മുമ്പിൽ, നമ്മളെ നിന്ദിച്ചവരുടെ മുമ്പിൽ, നമ്മുടെ പരാജയം ആഗ്രഹിച്ചവരുടെ മുമ്പിൽ ലൗകികമായി നമ്മളെ വിജയിപ്പിച്ച് നിർത്തുന്ന ഒരു ഗ്ലോറിഫിക്കേഷൻ, ആ ലൗകിക ഗ്ലോറിഫിക്കേഷൻ അല്ല പുതിയ നിയമത്തിൽ ക്രിസ്തു തൻ്റെ ഹൃദയം കൊണ്ട് പകുത്ത് കാണിച്ച മഹത്വീകരണം. മറിച്ച് ദൈവത്തിൻ്റെ സ്വഭാവം ഏത് പ്രതികൂല സാഹചര്യത്തിലും പ്രകടമാക്കാൻ കഴിയുന്നതാണ് ഒരാൾ മഹത്വീകരിക്കപ്പെടുക, ഗ്ലോറിയസ് ആവുക, ഗ്ലോറിഫൈഡ് ആവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് നമ്മൾ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന പല പ്രബോധനങ്ങളിലും ഈ ലോകത്തിൻ്റെ മഹത്വമാണ് നമ്മൾ അന്വേഷിക്കുന്നത്. ഞാൻ കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ, ഈ ലോകത്തിൻ്റെ ദേവൻ എന്ന് യേശു വിളിച്ച ആ ലോകത്തിൻ്റെ ദേവൻ തരുന്ന മഹത്വമാണ് ഇന്ന് പലപ്പോഴും പല പ്രസംഗവേദികളിൽ നിന്നും സഭാവ്യത്യാസമില്ലാതെ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളെ ദൈവം വിജയിപ്പിക്കും, നിങ്ങളെ ദൈവം മാനിക്കും, ദൈവം നിങ്ങളെ ഉയർത്തും, ശത്രുക്കളുടെ മുമ്പിൽ നിങ്ങളുടെ തല ഉയർത്തി നിർത്തും, ദൈവം നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഇല്ലായ്മകളെ സമൃദ്ധിയാക്കി മാറ്റും, നിങ്ങൾക്ക് വേണ്ടതെല്ലാം ആവശ്യം പോലെ തരും. ഈ പറയുന്ന എല്ലാ ചാതുര്യത്തോടെ പറയുന്ന ഈ പ്രബോധനങ്ങൾക്കടിയിലും ഈ ലോകത്തിൻ്റെ ദേവൻ്റെ ഒരു മഹത്വം കിടപ്പുണ്ട്. അത് വളരെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ക്രിസ്തുവിൻ്റെ ഹൃദയത്തെ അന്വേഷിക്കുന്നവർക്ക് മാത്രമാണ് കാണാൻ കഴിയുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് ആ മഹത്വീകരണമാണ് ഈ മഹത്വീകരണമെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നമ്മൾ ക്രിസ്തു എന്താണ് ഈ കാര്യം കൊണ്ട് വിശദീകരിക്കാൻ ശ്രമിച്ചത്, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, എന്നെ ഒറ്റിക്കൊടുക്കാൻ പണം വാങ്ങിയിട്ട് ഇവിടെ എത്തിയ എൻ്റെ രക്തത്തിൻ്റെ കറ കൈകളിലുള്ള യൂദാസിൻ്റെ കയ്യിലേക്കാണ് ഞാൻ എൻ്റെ ശരീരരക്തങ്ങൾ വെച്ചു കൊടുക്കുന്നത്. ഞാൻ അപ്പോഴും എന്നെ ഒറ്റിക്കൊടുക്കുമ്പോഴും ഞാൻ അവനെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് പറയുന്ന യേശുവിൻ്റെ ആ സ്വഭാവമാണ് യേശുവിൻ്റെ മഹത്വീകരണം. ഇങ്ങനെ നമ്മൾ ജീവിക്കുമ്പോഴാണ് നമ്മിൽ ദൈവം മഹത്വപ്പെടുന്നത്. ഇങ്ങനെ നമ്മൾ ജീവിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ഗ്ലോറി മനുഷ്യർ കാണുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു 10,000 പേര് പട്ടിണി കിടക്കുന്നൊരു സ്ഥലത്ത് പ്രാർത്ഥിക്കുന്ന നിങ്ങളെ പട്ടിണിയില്ലാതെ ദൈവം പോറ്റുന്നെങ്കിൽ ആ ദൈവം മറ്റുള്ളവരുടെ കണ്ണിൽ ഒരു ഗോത്ര ദൈവം മാത്രമാണ്. ഞാൻ ഒരിക്കൽ കൂടി പറയാം, നിങ്ങൾ 100 പേര് പട്ടിണി കിടക്കുന്നു, അതിൽ 99 പേരും ദൈവത്തോട് പ്രാർത്ഥിക്കാത്ത ആളുകളാണ്. ആ 99 പേരും പട്ടിണി കിടക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് മാത്രം ദൈവം ഭക്ഷണം കൊണ്ടുവന്ന് തരുന്നെങ്കിൽ ആ ദൈവം ഒരു സാധാരണ ഹൈന്ദവ സഹോദരങ്ങളും മുസ്ലിം സഹോദരങ്ങളുമൊക്കെ കാണുന്നത് പോലെ പരിമിതനായൊരു ദൈവമാണ്. തന്നെ സ്നേഹിക്കുന്നവരെ മാത്രം സ്നേഹിക്കുന്ന ഒരു ദൈവം. എന്നാൽ അതാണോ ഈശോ അവതരിപ്പിച്ച ദൈവം? ദുഷ്ടരുടെ മേലും ശിഷ്ടരുടെ മേലും ഒരുപോലെ മഴ പെയ്യ്ക്കുകയും ഒരുപോലെ സൂര്യനെ ഉദിപ്പിക്കുകയും ചെയ്യുന്ന ദൈവം. പഴയ നിയമ ജനതയ്ക്ക് ഈ ദൈവത്തിൻ്റെ സ്വഭാവത്തെ തിരിച്ചറിയാൻ പൂർണ്ണമായും കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് യേശു വന്ന് ദൈവത്തിൻ്റെ സ്വഭാവം പൂർണ്ണമായും വെളിപ്പെടുത്തിയത്. പഴയ നിയമത്തിലും ദൈവം അങ്ങനെ തന്നെ ആയിരുന്നു. എന്നാൽ പഴയ നിയമ ജനതയ്ക്ക് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അവർ അതിനെ മനസ്സിലാക്കിയത് സാധാരണ ലോകത്തുള്ള എല്ലാ മതങ്ങളിലെയും മനുഷ്യർ മനസ്സിലാക്കുന്നത് പോലെയാണ്. അതുകൊണ്ടാണ് അവർ അങ്ങനെയുള്ള ഒരു ദൈവചിത്രം പലപ്പോഴും അവതരിപ്പിച്ചു തന്നത്. എന്നാൽ ക്രിസ്തു വന്നത് വെളിപാടിനെ പൂർത്തിയാക്കാനാണ്. പരിമിതമായ പൂർവ്വകാലങ്ങളിൽ പരിമിതമായി മനസ്സിലാക്കപ്പെട്ടിരുന്ന ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് കൃത്യമായി പറഞ്ഞു തരാനാണ് യേശു വന്നത്. അങ്ങനെ വന്ന് യേശു നമ്മളോട് പറഞ്ഞു, ദൈവം പക്ഷപാതപരമായി തന്നോട് പ്രാർത്ഥിക്കുന്നവരുടെ മാത്രം കാര്യങ്ങൾ നോക്കുന്ന ഒരാളല്ല. ദുഷ്ടൻ്റെ മേലും ശിഷ്ടൻ്റെ മേലും ഒരുപോലെ മഴ പെയ്യ്ക്കുകയും ഒരുപോലെ സൂര്യനെ ഉദിപ്പിക്കുകയും ചെയ്യുന്ന ദൈവമാണ്. നമുക്കാണ് അവർ ദുഷ്ടർ, ദൈവത്തിന് അവർ മക്കളാണ്. നമുക്കാണ് അവർ കൊള്ളരുതാത്തവർ, ദൈവത്തിന് അവർ മക്കളാണ്. നമുക്കാണ് ആ ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ കൂട്ടാൻ കൊള്ളാത്തവരെന്ന് നമ്മൾ വിചാരിക്കുന്നത്. ദൈവത്തിന് അപ്പോഴും അവർ മക്കളാണ്. അവർ തിന്മ ചെയ്യുമ്പോഴും അവരുടെ മടങ്ങി വരവിന് വേണ്ടി അവിടുന്ന് കാത്തിരിക്കുന്നു. അവരുടെ മടങ്ങി വരവിന് വേണ്ടി നമ്മൾ അധ്വാനിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ നമ്മൾ 100 പേര് പട്ടിണി കിടക്കുന്നൊരു സ്ഥലത്ത് നമുക്ക് ഏതോ പ്രത്യേക സാഹചര്യങ്ങളാൽ ലഭിക്കുന്ന ഭക്ഷണം ആ 100 പേർക്കുമായി പങ്കുവെച്ച് ഇത് ദൈവം തന്നതാണ് നമുക്കെല്ലാവർക്കും വേണ്ടി എന്ന് പറയുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ ദൈവത്തിൻ്റെ മക്കളാകുന്നതും ദൈവം നമ്മളിൽ മഹത്വപ്പെടുന്നതും. ഇന്ന് ഒത്തിരി സ്വാർത്ഥപരമായിട്ടാണ് നമ്മൾ ആത്മീയതയെ കാണുന്നത്. 100 പേര് പോകുന്ന ഒരു വാഹനത്തിൽ അപകടത്തിൽപ്പെടുമ്പോൾ നമ്മൾ മാത്രം രക്ഷപ്പെടുകയും 99 പേര് മരിക്കുകയും ചെയ്താൽ നമ്മളതിനെ ഇന്ന് വളരെ പൊടുപ്പും തൊങ്ങലും ചേർത്ത് സാക്ഷ്യങ്ങളാക്കി മാറ്റാറുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എന്ത് വികലമായ ഒരു ദൈവചിത്രമാണ് നമ്മൾ ഇത്തരം സാക്ഷ്യങ്ങളിലൂടെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ പറയുന്നത് എന്താണ്? 99 പേരെ നിർദ്ദയമായി മരണത്തിന് വിട്ടുകൊടുത്ത് എന്നെ മാത്രം രക്ഷിച്ച എൻ്റെ ദൈവം. അങ്ങനെയല്ലത്. രക്ഷിക്കപ്പെട്ടവന് ആയുസ് കുറച്ചുകൂടി ദൈവം ഈ ലോകത്തിൽ തന്നിരിക്കുന്നു. മരിച്ചവനെ കൂട്ടിക്കൊണ്ടു പോകാൻ അവൻ്റെ ദൂതന്മാരെത്തുന്നു. 2 പേരോടും ദൈവം ഒരുപോലാണ് പെരുമാറുന്നത്. അല്ലാതെ അപകടത്തിൽപ്പെട്ടവനെ ദൈവം മറന്നു എന്നും, അല്ലാതെ ഈ രക്ഷിക്കപ്പെട്ടവൻ്റെ ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടവൻ്റെ കൂടെ മാത്രം ദൈവം ഉണ്ടെന്നൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ദൈവത്തെ വികലമാക്കുന്ന സാക്ഷ്യങ്ങളാണ് നമ്മൾ പലപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നതിൻ്റെ കാതൽ നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നിനെയും നിന്ദിക്കുക എന്നത് എൻ്റെ ഉദ്ദേശമല്ല. മറിച്ച് നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ഓർക്കണം, ഇതിലൂടെ നമ്മൾ എന്ത് ദൈവത്തിൻ്റെ ചിത്രമാണ് ഈ ലോകത്തിൻ്റെ മുമ്പിൽ വരച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്തെ ദൈവത്തെ അറിയാത്ത മനുഷ്യർ നിന്ദിക്കുന്ന വിധത്തിലുള്ള ഒരു ദൈവചിത്രമാണോ നമ്മൾ അവതരിപ്പിക്കുന്നത്? സ്വന്തമായിട്ട് നമ്മൾ ദൈവത്തെക്കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ടാക്കണമെന്നില്ല. യേശു പഠിപ്പിച്ച ദൈവത്തിൻ്റെ ചിത്രം എന്താണ്? അവസാനം വരെയും അനുദപിക്കാൻ തിരിച്ചു വരാൻ അവസരം തരുന്ന, എന്നാൽ അവസാന നിമിഷവും അതിന് തയ്യാറാകാത്ത ഒരാൾ ചിലപ്പോൾ നശിച്ചു പോകുന്നത് അവൻ്റെ സ്വാതന്ത്ര്യം കൊണ്ടാണെന്ന് സമ്മതിക്കേണ്ടി വരുന്ന, അപ്പോഴും അവൻ്റെ മരണം വരെയും അവൻ്റെ മടങ്ങി വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദൈവം. ഞാൻ പറഞ്ഞു വരുന്നത്,
അപ്പോൾ മഹത്വപ്പെടുക എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ കണ്ണിലെ മഹത്വപ്പെടലല്ല എന്ന് പറയാനാണ് ഇത്രയും ഞാൻ പറഞ്ഞത്. ദൈവം അവനിൽ മഹത്വപ്പെട്ടുവെങ്കിൽ ദൈവം അവനെ തന്നിൽ മഹത്വപ്പെടുത്തും. ദൈവം നമ്മളെ ഗ്ലോറിഫൈ ചെയ്യുന്നത് നമ്മളിങ്ങനെ ക്രിസ്തുവിൻ്റെ സ്വഭാവം പ്രകടമാക്കുമ്പോഴാണ്. ദൈവം നമ്മളിൽ സന്തോഷിക്കുന്നത് നമ്മൾ ക്രിസ്തു പെരുമാറിയതുപോലെ പെരുമാറുമ്പോൾ മാത്രമാണ്. അല്ലാത്ത ദൈവചിത്രങ്ങളൊക്കെ വികലമാണ് എന്ന് പറയേണ്ടി വരുന്നു. എൻ്റെ കുഞ്ഞുങ്ങളെ, ഇനി അല്പസമയം കൂടി ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. നിങ്ങൾ എന്നെ അന്വേഷിക്കും. എന്നാൽ ഞാൻ യഹൂദരോട് പറഞ്ഞതുപോലെ ഇപ്പോൾ നിങ്ങളോടും പറയുന്നു, ഞാൻ പോകുന്നിടത്തേക്ക് വരാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. ഞാൻ പുതിയൊരു കൽപ്പന നിങ്ങൾക്ക് നൽകുന്നു. ഞാൻ പോകുന്നിടത്തേക്ക് വരാൻ ഇപ്പം നിങ്ങൾക്ക് പറ്റില്ല. അതുകൊണ്ട് ഈ മഹത്വത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ ഞാനിപ്പോൾ പ്രകടിപ്പിച്ച ഈ സ്വഭാവം നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ട് ആ പശ്ചാത്തലത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. മഹത്വപ്പെടാനുള്ള വഴി എന്താണ്? ആ വഴിയുടെ പേരാണ് സ്നേഹത്തിൻ്റെ വഴി. നമുക്ക് ഒരു വിശ്വാസി എന്ന നിലയിൽ സ്നേഹിക്കുക എന്നതല്ലാതെ ഒരു ഓപ്ഷനും നമ്മുടെ മുമ്പിലില്ല. നമുക്ക് ആരെയും ഒരു കാരണത്തിൻ്റെയും പേരിൽ വെറുക്കാൻ അവകാശമില്ല. സത്യം പറയുക എന്നത് ഒരു വശത്ത്, മറുവശത്ത് സ്നേഹത്തിൽ മനുഷ്യരോട് കൂടെ നിൽക്കുക എന്നത് അതിൻ്റെ മറുവശം. സത്യം പറയേണ്ടി വരും. ചിലപ്പോൾ സത്യം വേദനാജനകമാണെങ്കിലും അപ്രിയമാണെങ്കിലും നമുക്ക് പറയേണ്ടി വരും. പക്ഷെ നമുക്ക് അപ്പോഴും നമ്മുടെ സത്യം സ്വീകരിക്കാത്തവരോട് വെറുപ്പില്ല. അപ്പോഴും നമ്മളവരെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്നു. അവരോട് ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഏറ്റവും ബഹുമാനത്തോടും സ്നേഹത്തോടും കൂടി നമ്മൾ പെരുമാറും. നമ്മളവരെ പരിചരിക്കും, ഭക്ഷണം കൊടുക്കും, അവരുടെ ആവശ്യങ്ങളിൽ ഇടപെടും. നിലപാടുകളിൽ നമ്മൾ വ്യതിരിക്തത പുലർത്തുമ്പോൾ തന്നെ വൈകാരികമായി നമ്മൾ ഒരിക്കലും ഒരു അകലം ആരോടും സൂക്ഷിക്കുന്നില്ല. നമുക്ക് സ്നേഹിക്കാൻ അവകാശമില്ല. സ്നേഹിക്കുക എന്നത് മാത്രമാണ് നമുക്ക് ഈ ലോകത്തോടും മനുഷ്യരോടുമുള്ള കടപ്പാട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കർത്താവ് പറയുകയാണ്, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് അതുമൂലം എല്ലാവരും അറിയും. സ്നേഹമുണ്ടെങ്കിലേ അറിയത്തുള്ളൂ എൻ്റെ ശിഷ്യന്മാരാണെന്ന്. അപ്പോൾ ഒരു ക്രിസ്ത്യാനിയെ ലോകത്തിലെ മറ്റ് മനുഷ്യരിൽ നിന്ന് വ്യത്യാസപ്പെടുത്തുന്ന ഘടകം എന്താവും? അത് നിങ്ങളുടെ മാമോദീസ സർട്ടിഫിക്കറ്റ് അല്ല, അത് നിങ്ങൾ കഴുത്തിൽ ധരിച്ചിരിക്കുന്ന കുരിശല്ല, അത് നിങ്ങൾ ധരിച്ചിരിക്കുന്ന പുരോഹിതൻ്റെയോ സന്യസ്തൻ്റെയോ യൂണിഫോമല്ല, അത് നിങ്ങൾ പാടുന്ന പാട്ടല്ല, ചൊല്ലുന്ന പ്രാർത്ഥനയല്ല. നിങ്ങളൊരു ക്രിസ്തു ശിഷ്യനാണെന്ന് ലോകം തിരിച്ചറിയാൻ പോകുന്നത് ഈ ക്രിസ്തു സ്നേഹിച്ചതുപോലെയുള്ള സ്നേഹം നിങ്ങളിൽ നിന്ന് പുറത്തു വരുമ്പോഴാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ നിർണായകമായൊരു കാര്യമാണ്. അതുകൊണ്ട് ഈ മഹത്വപ്പെടൽ നമ്മളിൽ സംഭവിക്കാൻ നമ്മൾ ആഗ്രഹിക്കണം. ഇതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഇനി അടുത്ത ഭാഗം, പത്രോസ് ഗുരുവിനെ നിഷേധിക്കും. വാക്യം 36. ശിമയോൻ പത്രോസ് ചോദിച്ചു, കർത്താവേ, നീ എവിടേക്ക് പോകുന്നു? അപ്പോൾ ഇതിനിടയ്ക്ക് കർത്താവ് പറഞ്ഞല്ലോ, ഞാൻ പോകുന്നിടത്തേക്ക് വരാൻ നിങ്ങൾക്ക് കഴിയില്ല. അപ്പോൾ പത്രോസ് ചോദിക്കുകയാണ്, നീ എവിടേക്കാണ് പോകുന്നത്? യേശു പ്രതിവചിച്ചു, ഞാൻ പോകുന്നിടത്തേക്ക് ഇപ്പോൾ എന്നെ അനുഗമിക്കാൻ നിനക്ക് കഴിയുകയില്ല, എന്നാൽ പിന്നീട് നീ അനുഗമിക്കും. രണ്ട് രീതിയിൽ കാണാം ഇതിനെ. ഒന്ന്, ഇപ്പോൾ കർത്താവ് പോകുന്നത് പിതാവിൻ്റെ സന്നിധിയിലേക്കാണ്. പത്രോസ് ഇപ്പോൾ അതിന് യോഗ്യനല്ല, എന്നാൽ പത്രോസ് മരിക്കുമ്പോൾ അതിന് യോഗ്യനാവും. രണ്ടാമത്തെ അർത്ഥം, ഈ മഹത്വീകരണത്തിൻ്റെ വഴിക്ക് പത്രോസ് ഇപ്പോഴും പ്രിപ്പയർഡല്ല. അതായത് ക്രിസ്തുവിൻ്റെ സ്വഭാവം പ്രകടമാക്കുന്നതിന് പത്രോസ് ഇപ്പോഴും ഒരുങ്ങിയിട്ടില്ല. പത്രോസ് ഇപ്പോഴും ഒരു ലോക മനുഷ്യനെ പോലെ തന്നെയാണ് എന്ന അർത്ഥത്തിൽ നമുക്കതിനെ കാണാം. പത്രോസ് പറഞ്ഞു, കർത്താവ്, ഇപ്പോൾ തന്നെ നിന്നെ അനുഗമിക്കാൻ എനിക്ക് കഴിയാത്തതെന്നുകൊണ്ട്. അപ്പോൾ ഈഗോ ഹേർട്ടായി. പത്രോസിൻ്റെ ഈഗോ മുറിപ്പെട്ടു. അദ്ദേഹം പറയുകയാണ്, എന്താണ് എനിക്ക് പറ്റാത്തത്? ഞാൻ നിന്നെ അനുഗമിക്കും, നിനക്ക് വേണ്ടി എൻ്റെ ജീവൻ പോലും ഞാൻ ത്യജിക്കും. അത് ഈഗോ മുറിവേറ്റതാണ്. എനിക്ക് നിനക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ഇല്ല, പറ്റുമെന്ന് മാനുഷിക ശക്തിയിൽ പത്രോസ് പറഞ്ഞതാണ്. യേശു പ്രതിവചിച്ചു, നീ എനിക്ക് വേണ്ടി ജീവൻ ത്യജിക്കുമെന്നോ? സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നീ എന്നെ 3 പ്രാവശ്യം തള്ളിപ്പറയുന്നത് വരെ കോഴി കൂവുകയില്ല എന്ന് പറഞ്ഞാൽ, ഇത് ഈ ഹ്യൂമൻ സ്ട്രെങ്തിൽ നമ്മളെടുക്കുന്ന ഏത് തീരുമാനത്തിനും അത്രയുമേ ആയുസുള്ളൂ എന്ന് നമ്മളെ ഒരിക്കൽ കൂടി കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ്. മനുഷ്യശക്തിയിൽ നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾക്കൊക്കെ അത്രയൊക്കെ ആയുസേ ഉള്ളൂ. അതിനൊന്നും ആത്യന്തികമായിട്ട് നമ്മളെ
ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിലേക്ക് എത്തിക്കാൻ കഴിയില്ല. അത് കഴിവല്ല, പരിശ്രമമല്ല, പ്രവൃത്തിയല്ല, കൃപയാണ്. ആ കൃപ വരുന്നത് യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് ക്രിസ്തുവിൽ വിശ്വസിക്കാൻ നിങ്ങളെ ഒരിക്കൽ കൂടി ഞാൻ ക്ഷണിക്കുന്നു. നിങ്ങളാരെങ്കിലും ഈ വാക്ക് കേൾക്കുന്നവർ ക്രിസ്തുവിനെ ഇതുവരെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഈ നിമിഷം കർത്താവിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വിളിക്കാൻ ഞാൻ ഏറ്റവും സ്നേഹത്തോടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ തന്നെ നമ്മളിൽ ക്രിസ്തുവിൻ്റെ സ്വഭാവം ഉണ്ടാവണം, ക്രിസ്തുവിൻ്റെ മഹത്വം നമ്മളിൽ സംഭവിക്കണം. അങ്ങനെ ദൈവം നമ്മളിൽ മഹത്വപ്പെടണം. ഇതല്ലാതെ നമ്മുടെ മുമ്പിൽ മറ്റൊരു ഓപ്ഷൻ ഇല്ല. എപ്പോഴും യേശുവിനെ പോലെ ആകാൻ ആഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക, ദാഹിക്കുക. അതിനുവേണ്ടി ജീവിതത്തെ ക്രിസ്തുവിന് സമർപ്പിച്ച് എൻ്റെ ജീവിതത്തിൽ എനിക്കെൻ്റെ സ്വാഭാവിക കഴിവുകൾ കൊണ്ട് കഴിയാത്തത് നീ എൻ്റെ ജീവിതത്തിൽ വന്ന് പൂർത്തിയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുക. നല്ല അനുഗ്രഹീതമായ ഒരു ദിവസം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ കുടുംബാംഗങ്ങളെ എല്ലാവരെയും ഞാൻ പ്രാർത്ഥനയിൽ ചേർത്ത് വെക്കുന്നു. ഇപ്പോൾ നിങ്ങൾ എവിടെ ഇരുന്നാണ് ഇത് കേൾക്കുന്നതെങ്കിലും നിങ്ങളെ കർത്താവ് ഇപ്പോൾ തന്നെ സമൃദ്ധമായി അവിടുത്തെ സ്നേഹം കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നെ നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഓർക്കണം. കർത്താവ് നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ